അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് 2026 കേന്ദ്ര ബജറ്റ് വരികയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാമത് ബജറ്റാണിത്. മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ 10 ബജറ്റുകൾ എന്ന റെക്കോർഡിനെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ. സാധാരണ പ്രവൃത്തി ദിവസങ്ങളിൽ നടക്കാറുള്ള ബജറ്റ് അവതരണം ഇത്തവണ ഞായറാഴ്ചയാകുന്നു എന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആദായ നികുതിയിൽ നൽകിയ ഇളവുകൾക്ക് പിന്നാലെ ഇത്തവണ GST ഇളവുകളിലൂടെ സാധാരണക്കാരന്റെ പോക്കറ്റ് ചോരാതെ കാക്കാനായിട്ട് ധനമന്ത്രി ശ്രമിക്കുമെന്നാണ് സൂചന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുന്ന പുതിയ വ്യാപാര തീരുവകൾ ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നത് രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് കാരണമാകുന്നു. ആഗോളതലത്തിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും സപ്ലൈ ചെയിനിനെ ബാധിക്കുന്നത് നിയന്ത്രിക്കാനുള്ള സാമ്പത്തിക പാക്കേജുകൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ആദായ നികുതി പരിധിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഇന്ത്യയിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കുന്ന വിദേശ നിക്ഷേപകരെ പിടിച്ചു നിർത്താനുള്ള ആനുകൂല്യങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളുടെ GST നിരക്കുകൾ കുറയ്ക്കുമോ എന്നിവയെക്കുറിച്ച് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ പുതുക്കിയ മോട്ടോർ വാഹന നിയമപ്രകാരം 1 വർഷത്തിനുള്ളിൽ 5 അതിലധികമോ തവണ ഗതാഗത നിയമങ്ങളൊക്കെ തന്നെ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും. മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയിരിക്കുന്ന പുതിയ ഭേദഗതികൾ പ്രകാരം ജനുവരി 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ കുറ്റകൃത്യങ്ങൾ ഇതിനായിട്ട് പരിഗണിക്കില്ല. മറിച്ച് ഈ വർഷം മുതൽ രേഖപ്പെടുത്തുന്ന നിയമലംഘനങ്ങൾക്കായിരിക്കും പുതിയ വ്യവസ്ഥ ബാധകമാവുക. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ലൈസൻസിംഗ് അതോറിറ്റി ഉടമയുടെ വിശദീകരണം തേടും. 1 വർഷത്തിനുള്ളിൽ 5 തവണ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അയാൾ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വയ്ക്കാൻ യോഗ്യനല്ലെന്ന് കണക്കാക്കിക്കൊണ്ട് നടപടിയെടുക്കും. ലൈസൻസ് എത്ര കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യണമെന്ന് അതോറിറ്റിക്ക് തീരുമാനിക്കാം. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ സ്ഥിരം നിയമലംഘകരെ നിയന്ത്രിക്കുന്നതിനുമാണ് ഈ കർശന നീക്കം. അമിത വേഗത, ഹെൽമറ്റോ സീറ്റ് ബെൽറ്റോ ഇല്ലാതെയുള്ള യാത്ര, ട്രാഫിക് സിഗ്നൽ ലംഘനം, അനധികൃത പാർക്കിംഗ്, ഓവർലോഡിംഗ്, സഹയാത്രികരോടുള്ള അക്രമാസക്തമായിട്ടുള്ള പെരുമാറ്റം തുടങ്ങിയ ചെറിയ നിയമലംഘനങ്ങൾ പോലും 5 തവണ ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കപ്പെടാം. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് അല്ലെങ്കിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിനായിരിക്കും ഇതിൽ നടപടിയെടുക്കാനുള്ള അധികാരമുണ്ടാവുക. ടോൾ നിരക്കുകൾ സംബന്ധിച്ച നിയമങ്ങളും സർക്കാർ കർശനമാക്കിയിട്ടുണ്ട്. 2026 കേന്ദ്ര മോട്ടോർ വാഹന ഭേദഗതി പ്രകാരം ടോൾ കുടിശ്ശിക തീർപ്പാക്കാത്ത വാഹനങ്ങൾക്ക് ഇനി മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും. ടോൾ കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന കൈമാറ്റത്തിനുള്ള NOC ലഭിക്കില്ല. കൂടാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ പുതുക്കി നൽകിയില്ലെന്നും വാണിജ്യ വാഹനങ്ങൾക്കുള്ള ദേശീയ പെർമിറ്റുകൾ നിഷേധിക്കുമെന്നും സർക്കാർ അറിയിച്ചു. ടോൾ പ്ലാസകളിൽ ഇലക്ട്രോണിക് സംവിധാനം വഴി പണം ഈടാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ ആ തുക കുടിശ്ശികയായിട്ട് കണക്കാക്കി നടപടികളിലേക്ക് നീങ്ങും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസം നമുക്ക് 2000 രൂപയാണ് പെൻഷനായിട്ട് വിതരണം ചെയ്യുക. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടക്കുകയുണ്ടായി. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ പെൻഷൻ വിതരണ നടപടികൾക്ക് സംസ്ഥാനം തുടക്കം കുറിക്കുന്നതായിരിക്കും. ജനുവരി മാസത്തെ വിതരണം 27-ാം തീയതിയോടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിലവിൽ 1 മാസത്തെ തുകയായിട്ടുള്ള 1600 രൂപ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. പെൻഷൻ തുക 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ലേ എന്ന് പലരും തന്നെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കും മറ്റ് ചില ക്ഷേമോദി പെൻഷനുകൾക്കുമാണ് തുക 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. എന്നാൽ മറ്റുള്ളവർക്കെല്ലാം തന്നെ 1600 രൂപ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ഏകദേശം 18 മാസത്തെ കുടിശ്ശിക ലഭിക്കാനുണ്ട്. ഈ കുടിശ്ശിക തീർത്തതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ തുക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഓഫീസുകളിൽ നിന്നും ലഭ്യമായിട്ടില്ല. 18 മാസത്തെ കുടിശ്ശികയുള്ള സാഹചര്യത്തിൽ 1 മാസത്തെ തുക മാത്രമാണ് ഇപ്പോൾ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. 1600 രൂപ വെച്ച് കണക്കാക്കിയാൽ ഓരോ ഗുണഭോക്താവിനും ഏകദേശം 27,000 രൂപയോളം ലഭിക്കാനുണ്ട്. ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് മണിക്കൂറുകൾക്കുള്ളിൽ കിതച്ചും കുതിച്ചും ഒരാഴ്ചയായിട്ട് തുടരുന്ന നാടകീയത ഇപ്പോഴും തുടരുകയാണ്. വെള്ളിയാഴ്ച ജനുവരി 23-ാം തീയതി രാവിലെ വർധനവുമായി എത്തിയ സ്വർണ്ണ നിരക്ക് ഉച്ചയ്ക്ക് ഇടിഞ്ഞു. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 495 രൂപ കൂടി 14,640 രൂപയും പവന് 3000 വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.